വിജേഷ വിജേഷ് സൗമ്യ എന്തല്ല ബിജു വാ ഇരിക്കടാ. നീ ഒരു ഗ്ലാസ് ചായ വെച്ചോളൂ. കണ്ടോല്ലാം ചായ വെച്ചു കൊടുക്കല്ല എൻ്റെ പണി. നിങ്ങളുടെ എല്ലാ ചെങ്ങായിമാരോടും എനിക്കൊരു വെറുപ്പുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷെ ഇവനെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇനി മേലെ ഇവൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ എൻ്റെ സ്വഭാവങ്ങളാണ്. എടാ വിജേഷ, ഞാനൊന്നും ചെയ്തിട്ടില്ല, അനക്കൊന്നും അറിയില്ല സത്യമായിട്ടും. ബിജു നീ ഇനി എവിടുന്ന് അധികം വർത്തമാനം പറയാൻ നിൽക്കണ്ട, ഓട്. സത്യമായിട്ട് ഞാൻ എൻ്റെ ഓളോട് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അത്ര നല്ലവനൊന്നുമല്ല, എനിക്കറിയാലോ. നമ്മൾ പണ്ട് പല കളിയും കളിച്ചിട്ടുണ്ട്. എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഓളോട് എന്തെങ്കിലും ഒരു തോന്നിയാസം കാണിക്കോടാ. സത്യമായിട്ട് എൻ്റെ അമ്മ സത്യമായിട്ടും ഒരു വാക്കുകൊണ്ട് ഒരു നോട്ടം കൊണ്ട് പോലും ഓളോട് ഞാൻ ഇതുവരെ ഒരു മോശം കാണിച്ചിട്ടില്ല. ഇനി ഓക്കെന്തൊക്കെ അങ്ങനെ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വേണ്ടിക്കോളെ കാല് പിടിച്ച് മാപ്പ് പറയാം. നീ എന്നോട് ദേഷ്യം പിടിക്കരുത് പ്ലീസ്. ഓള് പറയുന്നത് നീ കേട്ടില്ലേ? എടാ കേട്ടിനെ, അതിന് ശേഷം എനിക്ക് മര്യാദക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഇതുവരെ. എടാ അങ്ങനെയല്ല അത്. ഓക്ക് എൻ്റെ എല്ലാ ചെങ്ങായിമാരോടും വെറുപ്പാണ്. നിന്നോടാണ് ഓക്ക് തീരെ കണ്ടുകൂടാത്തതും ഏറ്റവും വലിയ വെറുപ്പുള്ളതും. അതിൻ്റെ അർത്ഥം എന്നാ, നീയാണ് എൻ്റെ ഏറ്റവും വലിയ ചെങ്ങായി എന്നുള്ളത് ഓള് മനസ്സിലാക്കിയെന്നാണ്. കല്യാണം കഴിഞ്ഞിട്ട് അത്രയല്ലേ ആയിട്ടുള്ളൂ. ഞാൻ മല്ല മല്ല മാറ്റിയെടുത്തോളൂ. പോട്ടെ. എടാ അത് മാറ്റാൻ നിൽക്കണ്ട, ആ വെറുപ്പ് അങ്ങനെ അവിടെ വന്നോട്ട്, ഒരു രസമുണ്ട്.